നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ശുഭപ്രതീക്ഷ പങ്കുവച്ച് കെപിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ പോളിംഗ് നേടാനാവും. ഇത് യുഡിഎഫിന് അനുകൂലമാകുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. തരൂർ പ്രചാരണത്തിന് എത്താത്തത് വിദേശത്തായതുകൊണ്ടാണെന്നും വി പ്രകാശിന്റെ കുടുംബത്തെ കണ്ടിരുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഗോവിന്ദൻ മാഷിന്റെ RSS ബന്ധത്തെക്കുറിച്ചുള്ള പരാമർശത്തിലും അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് മറുപടി പറഞ്ഞു. കഴിഞ്ഞ തവണത്തേക്കാൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കാൻ യുഡിഎഫിന്റെ പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പ്രാധാന്യമുള്ള മത്സരമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ പോളിംഗ് ശതമാനം കൂടും. നല്ല പ്രചരണം എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടായി. പിന്നെ കാലാവസ്ഥയും പ്രതികൂലമല്ല. അതുകൊണ്ട് പോളിംഗ് ശതമാനം മെച്ചപ്പെടുമെന്ന് തന്നെയാണ് യുഡിഎഫ് കരുതുന്നത്. അത് യുഡിഎഫിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അവരുടെ ആശയ ദാരിദ്ര്യം വളരെ പ്രകടമാണ്. ഗോവിന്ദൻ മാഷെ മുഖ്യമന്ത്രിക്ക് തിരുത്താൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് അവരുടെ രാഷ്ട്രീയം അധപ്പതിച്ചിരിക്കുന്നു. ഗോവിന്ദൻ മാഷ് ചില സത്യങ്ങൾ അറിഞ്ഞും അറിയാതെയും പുറത്തുവിട്ടത് ഇനി ആര് വിചാരിച്ചാലും ആ ഭൂതത്തെ ഇനി കുടത്തിൽ കയറ്റാൻ കഴിയുകയില്ല. അത് ജനങ്ങളുടെ മുൻപിൽ വളരെ വ്യക്തമായിട്ടും തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഗോവിന്ദൻ മാഷിന്റെ വാക്കുകൾ കേരളത്തിന്റെ ജനങ്ങൾ കേട്ടതാണ്. അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന്, അദ്ദേഹത്തിന്റെ ഭാവിയിൽ നിന്ന് ആ വാക്കുകൾ കേട്ടതാണ്. RSSുമായിട്ട് ഞങ്ങൾക്ക് പരസ്യമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നുവെന്ന് ഗോവിന്ദൻ മാസ്റ്റർ ആവർത്തിച്ച് മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് അങ്ങോട്ട് തർക്കിച്ച്, പിന്നെ എന്താ അത് പറയുന്നതിന് എന്താ പ്രയാസം? RSSുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നു എന്നതല്ലേ യാഥാർത്ഥ്യമെന്ന് ഗോവിന്ദൻ മാസ്റ്റർ നിഷേധിക്കുന്നതിന് പകരം തർക്കിച്ച് സമ്മതിപ്പിക്കുന്ന സാഹചര്യമാണ്.